നമുക്ക് ആദ്യം സിറപ്പ് തയ്യാറാക്കാം. 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള ഈ ഏലക്കായ്പ്പൊടി ഇതിലിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 9 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ മൈദ, 1.25 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ, പിന്നെ 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇനി ആദ്യം നമുക്ക് ഈ പാൽപ്പൊടിയും മൈദയും ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ മൈദയും പാൽപ്പൊടിയും ബേക്കിംഗ് പൗഡറും കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ ഇട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ബ്രെഡ് ക്രംസിൻ്റെ ഒക്കെ പോലെ ഉണ്ടാകും. ഫുള്ള് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കും. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പകുതി ഒഴിച്ചിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. നനവൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം. വല്ലാതെ അമർത്തി കുഴക്കരുത്. ഇനി കുഴച്ചതിന് ശേഷം നമ്മൾ ചെറിയ ബോളാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഗുലാബ് ജാമുൻ ഫുള്ള് ഞാൻ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഈ സൈസിലുള്ള ബോൾ ഉണ്ടാക്കണം നല്ലത്. കാരണം പൊരിച്ചെടുത്ത് നമ്മൾ സിറപ്പിലിട്ട് കഴിഞ്ഞാൽ അത് ഡബിൾ സൈസ് ആവും. പിന്നെ പാല് ഞാൻ ഇത്ര ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അതങ്ങനെ പൊട്ടി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മൈദ ചേർത്ത് ഒന്ന് കുഴച്ച് പൊരിച്ചെടുത്താൽ മതി. പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം അത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിത് ബോളാക്കി വെച്ച് കഴിഞ്ഞാൽ അധിക സമയം വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവും. മെല്ലെ ഇളക്കി കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കതെടുത്ത് സിറപ്പിലേക്ക് ഇടാം. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ നന്നായി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ നിന്ന് എടുത്തിട്ട് പഞ്ചസാര സിറപ്പിലേക്ക് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ നെയ്യിലും പൊരിച്ചെടുക്കാം. നെയ്യിൽ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10-20 മിനിറ്റ് ആ സിറപ്പ് തന്നെ കിടന്നാലാണ് നല്ല ഉള്ളിലേക്കൊക്കെ മധുരം വരുള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മളെ ഗുലാബ് ജാമുൻ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്.
ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.